ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിൽ തേങ്ങ അരച്ച നല്ല രുചികരമായിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച ഉലുവ ചേർക്കാം. ഉലുവ മൂത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചേർക്കാവോ, അല്ലെങ്കിൽ മുടിയെല്ലാം കരിഞ്ഞു പോകും. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് മീനേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ചട്ടിയിൽ നല്ല ചൂടുള്ളത് കൊണ്ട് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടികൾ ഓരോന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയൊന്നും വേണ്ട, ചട്ടിയിലെ ചൂട് കൊണ്ട് ഈ പൊടികളെല്ലാം മൂത്ത് വരും. ഇനി ഞാനിവിടെ ഒരു മീനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വള്ളിക്കൊഴിയാളി എന്ന് പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീനാണെങ്കിലും നമുക്കിതുപോലെ കറി വയ്ക്കാനായിട്ട് പറ്റും. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1/4 മുറി തേങ്ങ തിരുവി എടുത്തതാണിത്. അതിട്ട് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളി ചേർക്കാം. ഒരു പീസ് പുളി ചേർക്കാം. വാളംപുളിയാണ്. നമ്മുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ച പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചിട്ടുണ്ട്. ഇത് മഷി പോലെ അങ്ങ് അരച്ചെടുക്കരുത്. ചെറിയ തരിതരിപ്പായിട്ട്, എന്നാലും നന്നായിട്ട് അരയുകയും വേണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത്. ആ പരുവത്തിൽ അരച്ചെടുക്കണം. അത് നമ്മൾ മുളക് പൊടി മൂപ്പിച്ച ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്, എന്നാലും മീൻ വറ്റി വരാനായിട്ട് കുറേ സമയം പിടിക്കും. ഇത്രയും വെള്ളം മതി. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാനൊരു 3 പച്ചമുളകും 1 തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഞാനിവിടെ 2-3 പീസ് മുരിങ്ങക്കായും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായും കൂടെ ചേർക്കുമ്പോൾ മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കാം. മീനിട്ട ശേഷം ഉപ്പ് നോക്കാനായിട്ട് പാടുള്ളവർക്ക് ഈ സമയത്ത് നോക്കണം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം.
ഞാനിപ്പോൾ അരപ്പ് ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അരപ്പ് തിളച്ച ശേഷം മീനിട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട ശേഷം സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ വേവാൻ തുടങ്ങിയാൽ പിന്നെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്. അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ വേവിച്ചെടുക്കാം. മീൻ കറി പൊങ്ങി പോകാതിരിക്കാനായിട്ട് നോക്കണം. കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. സ്പൂണിട്ട് ഇളക്കരുത്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യാവൂ. കറിയൊന്നും വറ്റി വന്നിട്ടില്ല, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം.